ഹലോ. അപ്പോൾ ഇന്ന് വീട്ടിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഐറ്റമാണിത്. ഇതാണ് പപ്പട ചമ്മന്തി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു 4 പപ്പടം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ മൂപ്പിച്ചെടുത്തതെല്ലാം ചേർത്ത് ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ലേശം പുളി, പിന്നെ ലേശം ഉപ്പും കൂടി ചേർത്ത് നമുക്കത് ചമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ അത് ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരിക്കുന്ന പപ്പടം ഇതിലേക്ക് ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. ഒരു 2-3 പപ്പടം നല്ല രീതിയിൽ അതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും കഞ്ഞിയുടെ കൂടെ ആണെന്നുണ്ടെങ്കിലൊക്കെ കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.